അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവൻ മരണ പോരാട്ടം നടത്തി ഞാനതിൻ്റെ ഉള്ളിൽ കയറി. ഖുർആൻ എക്സ്പോ അല്ലേ എന്ന് പറഞ്ഞിട്ട് കയറി. അൽഹംദുലില്ലാഹ് അവിടെ എത്തി, കയറി ഉള്ളിലെത്തി. പക്ഷേ നമ്മളെ കൈതക്കാട് നടത്തിയ എക്സ്പോൻ്റെ ഒരു 10% പോലും നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ മാത്രം ഒന്നുമില്ല. ഖുർആനെ പറ്റിയിട്ട് കുറേ സമസ്ത നേതാക്കന്മാരുടെ ഫോട്ടോവും ചരിത്രവും എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് മ്യൂസിയം പോലെ പഴയ സാധനങ്ങൾ, പഴയ മദ്രസ, പഴയ ദർസ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ഖബറുണ്ട്, ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതുന്നുണ്ട്. ഇത്ര കാര്യങ്ങളല്ലാതെ കണ്ട് വേറെ നമുക്ക് ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയത് പോലത്തെ അറിവ് നേടാനോ ഒരാൾ പറഞ്ഞു തരാനോ ഓരോ കൗണ്ടറിൽ ഒരാൾ പറഞ്ഞു തരാനോ ഒന്നുമില്ല. നമ്മൾ ഇപ്പുറത്തേക്ക് കയറി അപ്പുറത്തേ ഇറങ്ങുക, അതിൽ കൂടുതലൊന്നും കാണാനില്ല. ഒരുപാട് 75,000 ആളാട്ടം എത്തിയെന്നെല്ലാം പറയുന്നുണ്ട്. ഭയങ്കര തള്ള്, ബോധക്ഷയായി പെണ്ണുങ്ങൾ വീഴുന്നുണ്ട്. ആംബുലൻസ് വന്ന് 100 ആംബുലൻസിൽ പെണ്ണുങ്ങളെ എടുത്തെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. വെയിലുകൊണ്ട് ചൂടുകൊണ്ട് തളർന്നിട്ട്. അതുകൊണ്ട് ബാല്യക്കാലത്തേക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകാൻ എന്നല്ലാതെ അതുകൊണ്ട് വയസ്സായാളോ കുഞ്ഞാളോ ആരും പോകാൻ നിൽക്കണ്ട. ചെറിയ പെൺകുട്ടികളെല്ലാം കൊണ്ട് എല്ലാവരും പോവും. ഖുർആനല്ലേ എന്ന് പറഞ്ഞിട്ട് ഖുർആനെ സ്നേഹിക്കുന്നുണ്ട് ജനങ്ങൾ. അതിനുള്ളൊരു തെളിവാണ് ഇപ്പോൾ അവിടെ കണ്ട കാഴ്ച. ഖുർആൻ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അതിനുള്ളൊരു തെളിവായിട്ട് കാണാം ഇത്രയും ജനങ്ങൾ വന്നത് ഖുർആൻ പഠിക്കാനും ഖുർആൻ അറിയാനാണ്. പക്ഷെ ഖുർആനെ പറ്റിയിട്ട് കൂടുതലൊന്നും അവിടെ അറിയാനൊന്നും ഇല്ല. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടിയിട്ട് കുഞ്ഞാളെയും വേഷന്മാരൊന്നും ആരും പോയേക്കല. തള്ളും ഭയങ്കര ഉന്തും തള്ളും. ക്യൂ ആണെങ്കിൽ എത്രയോ കിലോമീറ്റർ ദൂരം ക്യൂ നിന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടി തന്നെ. അവിടെ ടോക്കൺ പിടിക്കുന്നൊന്നുമില്ല. നമ്മളോട് ഒന്ന് ടോക്കൺ ചോദിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ടോക്കൺ എടുത്തിനിയും, പക്ഷെ നമ്മളോട് ടോക്കൺ ചോദിച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒന്നും സംഭവം അവിടെ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടാണ് ടോക്കൺ ചോദിക്കുന്നതും വാങ്ങുന്നതും. പക്ഷേ ഇത് കയറാൻ പറ്റുന്നില്ല. തള്ളാന്ന് ഭയങ്കര. അമ്മ എങ്ങനെയോ ആരോ ആംബുലൻസിൽ ഇടക്ക് ബോധം കെട്ട് വീണപ്പോൾ ആംബുലൻസിൽ ആളെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്കോട് ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി പോയതാണ്. പക്ഷേ ക്യൂ നിൽക്കാൻ ലാസ്റ്റ് പോയിട്ട് ക്യൂ നിന്നിട്ടൊന്നുമില്ല. 1.5 മണിക്കൂർ വെറുതെ നിന്ന് ക്യൂ നിൽക്കാണ്ട് നമ്മൾ 12 മണിക്കാടെ എത്തീന്. പക്ഷെ എന്തോ ആരോ ആംബുലൻസ് വന്ന സമയത്ത് ഇടയ്ക്ക് കൂടിയിട്ട് കയറിയിട്ട് ഉള്ളിലേക്ക് എത്തിപ്പോയതാണ്. മരണ പോരാട്ടം തന്നെ നടത്തി എന്ന് പറയണം. അൽഹംദുലില്ലാഹ് ജീവനോടെ മടങ്ങി വന്നത് തന്നെ ഭാഗ്യം. കണക്കൂട്ടണം അത്രക്ക് തിരക്കാന്നുള്ളത്. അതുകൊണ്ട് വയസ്സന്മാർ കുഞ്ഞുങ്ങളൊന്നും പോകാൻ നിൽക്കണ്ട. പാലക്കാരിയൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം നാളത്തെ കഥയാന്ന് പറയുന്നു പോയാൽ മതി. കാര്യമായിട്ടൊന്നും നമുക്ക് ഖുർആനെ പറ്റിയിട്ട് കിട്ടാനൊന്നും ഇല്ല. ആരും പേടിച്ചിട്ട് പറയില്ല ഖുർആനല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ആ സത്യം പറയാതിരിക്കാൻ കഴിയില്ല എൻ്റെ നാട്ടുകാരോട്. അത്രക്കും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. എന്നിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും കാണാനില്ല. അള്ളാഹു നമ്മളെ എല്ലാവരും ഖുർആൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ ആമീൻ. അത് ആഗ്രഹിച്ചതിന് തന്നെ നമ്മളെ ഖുർആൻ്റെ അഹ്ലുകാരിൽ എല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹലോ, അസ്സലാമു അലൈക്കും. ആരും വരാൻ നിൽക്കണ്ട. ഇവിടെ എക്സ്പോ എന്ന് പറഞ്ഞാൽ അതും ഒക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ കാണിക്കുന്നതല്ലാണ്ട് ഒക്കെ ഉള്ളിൽ കയറാനോ നോക്കാനോ ഒന്നും കഴിയ കാണിക്കുന്നുമില്ല. എന്ത് കാണാനകത്ത് ഇല്ലയും ഇല്ല. ഇവിടെ എഴുതിയത് ഉള്ളിൽ പോയിട്ട് വായിച്ചെങ്കല്ലേ അറിയൂ. വെറുതെ കുത്തല് വീഴാൻ വേണ്ടിയിട്ട് വെറുതെ വേണ്ടാരും. അസ്സലാമലൈക്കും സുനീറ. വന്ന കണ്ട മോളെ ഏടുന്ന് എത്രയോ ദൂരത്തേക്ക് ക്യൂ നടക്കണം. അതുമല്ല വെയില് കൊണ്ടിട്ട് ക്ഷീണമായിട്ട് കുറേ ആൾ ക്ഷീണമായിട്ട് ഹോസ്പിറ്റലിലും കൊണ്ടുപോയി. പിന്നെ അപ്പോൾ വണ്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് ക്ഷീണമായിട്ട് കുഞ്ഞോലെ വീണ് ബാധിച്ച് വീണ്. പിന്നെ ആദ്യം അവർ വെള്ളം കൊടുത്തിട്ടാ വള്ളി അപ്പുറം ഇപ്പുറം വിൽക്കുന്നുണ്ടായി. ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ട് തലക്ക് മോത്തെല്ലാം പറഞ്ഞ് കുറേ ആണുങ്ങൾ വെള്ളമെല്ലാം കൊണ്ടിട്ട് കുറേ തേയി കൊടുത്ത് കുറേ ആക്കി ഇപ്പോൾ തണുപ്പ് വരട്ട് കഴിഞ്ഞിട്ട് അങ്ങനെല്ലാം ആക്കി. ലാസ്റ്റ് നടന്ന് പൂപ്പാളം പോയി. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വലിയ ഇതൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാം കുഞ്ഞോളെല്ലാം ആക്കിയിട്ട് കഷ്ടത്തിൽ വേണ്ട. എന്താ പറഞ്ഞാൽ ഇത് മൊബൈലിലെല്ലാം കാണുന്നില്ലേ, മുന്നേ ഇല്ല പണ്ഡിതന്മാരിലെ ഒഫാത്തായി അവരെ ഫോട്ടോ അതെല്ലാം മൊബൈലിൽ തന്നെ വരുന്നു. അതിൻ്റെ അവരെ പേരും വേറെ ഒന്നും ഇല്ല. കാണാനൊന്നും വലിയ അത്ഭുതമായിട്ട് ഒന്നുമില്ല. എന്തെല്ലാം സാധനത്തോട് ഈ പുള്ളോനെ വരച്ചിട്ട് എന്തെല്ലാം ആക്കുന്ന പേപ്പറും അതും ഇതും. അപ്പൊ കൊറേ പ്ലാസ്റ്റിക്കോട് പഴയ സാധനം ഉണ്ടപ്പോഴേക്ക് എന്നെ ബേദർക്ക് വായിക്കാൻ വരും. വായിക്കുന്നതേ ഉള്ളു. അവിടെ ഒന്നും ഇല്ല. കൊറേ ബോർഡ് ഉണ്ട്. വേറെ ആളെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് അറിയിക്കണം കേട്ടോ. ഏതായാലും നമ്മ പോയിട്ട് വിട്ട്